അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ഇൻ സിഡ്നി. നമ്മൾ 90 minutes away ഫ്രം ദ സിറ്റി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3 മൗണ്ടൻസ് ആണ്, വിച്ച് ഇസ് ഐ തിങ്ക് നോൺ ആസ് 3 sisters. സോ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമ്മൾ ഓൺ ദി വേയുടെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിക്കാം. പ്ലസ് മൗണ്ടൻസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കറിയാവുന്നതെല്ലാം നമുക്ക് പറഞ്ഞു തരാം. അങ്ങനെ എയർബിഎൻബിയിലെ നല്ലൊരു ഉറക്കമൊക്കെ പാസ് ചെയ്ത് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് പോകാൻ റെഡിയായി ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ ഈ കുട്ടിപ്പട്ടാളം. നല്ല വെതർ ആയിരുന്നുകൊണ്ട് ഒരു നൈസ് വൈബ് ഇറങ്ങിയപ്പോഴേ ഫീൽ ചെയ്ത്. നാട്ടിലെയും ഗൾഫിലെയും പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടെ നമ്മൾ തന്നെ ഇറങ്ങി വണ്ടിയിലെ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി ചവിട്ടി വിട്ടപ്പോഴാണ് പിള്ളേർ മെക്ഡൊണാൾഡ്സിന്റെ മഞ്ഞ ബോർഡ് കണ്ട് ബഹളം തുടങ്ങിയത്. പിന്നെ വണ്ടി അങ്ങ് വിളച്ച് ഐസ്ക്രീമും നഗറ്റും ബർഗറും ഒക്കെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് യാത്ര അങ്ങ് തുടർന്നു. അങ്ങനെ നമ്മൾ ബ്ലൂ മൗണ്ടൻസിലേക്ക് അങ്ങ് കയറിയപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളും വണ്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടിയിലെ ഗ്യാങ്ങിനെ മൊത്തം അങ്ങ് ഇറക്കിയിട്ട് നല്ല ഒരു അലച്ചിലിന് ശേഷം കിട്ടിയ പാർക്കിങ്ങിൽ വണ്ടി അങ്ങിട്ടിട്ട് ക്യാമറയും പിടിച്ച് അങ്ങ് നടന്നപ്പോഴല്ലേ റിയൽ ബ്യൂട്ടി. ഒരു രക്ഷയില്ലാത്ത മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് കുറേ പോയാൽ ഒരു ലുക്കൗട്ട് പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഇറങ്ങുന്ന സ്റ്റെപ്പൊക്കെ നമ്മൾ തന്നെ തിരിച്ച് കയറണമല്ലോ എന്നും വെച്ച് ആ പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ച്. തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. പാർക്കും നല്ലൊരു സ്പോട്ടാണ് പിള്ളേർക്ക് മെയിൻലി വന്ന് കളിക്കാനും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും. ബിക്കോസ് ഇവിടെ ആരും മൊബൈൽ ഫോൺസും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ കാണുന്നില്ല. പിന്നെ നമ്മുടെ പിള്ളേർ ഇവിടെ ഇരുന്ന് ഇവർ സാൻഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ 3 മൗണ്ടൻസ് കാണാൻ പോകാമെന്ന് വെച്ചപ്പോൾ ഒരു കുഞ്ഞ് അടിപൊളി മോള് കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ നേരെ കയറി ഓരോ മിൽക്ക് ഷേക്കും അടിച്ച് 2 സോവർണം സ്വന്തമാക്കി അങ്ങ് നടപ്പ് തുടങ്ങി. പയ്യെ നല്ല സീനറിയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഈ കാണുന്ന കേബിൾ കാർ ശ്രദ്ധിച്ചത്. നമുക്ക് പിന്നെ പണ്ടേ ഫിയർ ഓഫ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതേ കയറുന്ന പ്ലാനും ഉപേക്ഷിച്ചു. ഇത് ഭയങ്കര ഗ്രീനും ഭയങ്കര ബ്യൂട്ടിഫുള്ളും അങ്ങ് ലോങ് റേഞ്ച് വരെ കണ്ടിന്യൂസ് മൗണ്ടൻസ് മാത്രമാണ്. അപ്പം നമുക്കിവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കണ്ണ് പിടിക്കുന്ന അത്രയും ദൂരം ഫുൾ ഗ്രീൻ ആയിട്ടുള്ള ഒരു മൗണ്ടൻസ് ആണ്. ഞാൻ വിഷ്വൽ കാണിക്കാം. അതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഈ 3 sisters എന്ന് പറഞ്ഞ മൗണ്ടൻസ് ഒന്ന് കണ്ടു നോക്കേ. 200 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഡൈനോസറുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം, ട്രയാസിക് പീരീഡ് എന്ന് അറിയപ്പെടുന്ന ഒരു കാലം തൊട്ട് ഇവിടെയുള്ളതാണ് ഈ 3 മൗണ്ടൻസ്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 3 മലകൾക്കും ഓരോ പേര് നൽകിയിട്ടുണ്ട് ഇവിടുത്തെ അബോറിജിനൽ വംശത്തിൽപ്പെട്ടവർ. അബോറിജിനൽസ് അഥവാ ഫസ്റ്റ് നേഷൻ പീപ്പിൾ എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ നിന്നും ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുന്നേ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയവരാണ് ഈ അബോറിജിനൽസ്. ഇവരിൽ കട്ടൂംബ എന്നറിയപ്പെടുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിലെ ആളുകളാണ് ഈ 3 മലകൾക്ക് വിമല, മീനി, ഗുണീഡോ എന്ന പേരുകൾ നൽകിയത്. നമുക്കപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് നടക്കാനൊരു റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കട്ടൂംബ ഗോത്രത്തിൽപ്പെട്ട ഒരു 3 സഹോദരിമാരായ വിമല, മീനി, ഗുഡീഡോ എന്നവർ തൻ്റെ അയൽ ഗോത്രമായ നേപ്പിയാനിൽ നിന്നുള്ള 3 സഹോദരന്മാരായി പ്രണയത്തിലായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കട്ടൂംബ ഗോത്രത്തിലുള്ളവർ ആ വിവാഹം നിരോധിച്ചതോടുകൂടെ ആ നിരോധനം മറികടന്ന് ഈ 3 സഹോദരിമാരെ തട്ടിക്കൊണ്ടുപോകാൻ ആ 3 സഹോദരന്മാർ തീരുമാനിച്ചു. അതോടുകൂടെ ഈ 2 ഗോത്രങ്ങളുടെ ഇടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോഴാണ് കട്ടൂംബ ഗോത്രത്തിലെ ഒരു മൂപ്പൻ ഈ 3 സഹോദരിമാരെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കാനായി ഇവരെ 3 കല്ലുകളാക്കി മാറ്റിയത്. യുദ്ധം അവസാനിച്ച ശേഷം ഇവരെ വീണ്ടും മനുഷ്യരാക്കി മാറ്റാനായിരുന്നു ഈ മൂപ്പന്റെ പദ്ധതി കേട്ടോ. പക്ഷെ നിർഭാഗ്യവശാൽ യുദ്ധത്തിൽ ഈ മൂപ്പൻ കൊല്ലപ്പെട്ടു. മൂപ്പന്റെ മരണശേഷം തന്റെ പ്രവർത്തികൾ എങ്ങനെ മാറ്റണമെന്ന് ആർക്കും കണ്ടെത്താനാകാതെ ആ 3 സഹോദരിമാരും എന്നേക്കുമായി കല്ലായി തന്നെ തുടർന്നു എന്നാണ് ഈ അബോറിജിനൽസിന്റെ വിശ്വാസം. കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച ശേഷം പിള്ളേരെ എടുത്ത് വണ്ടിയിലേക്കിട്ട് നേരെ അങ്ങ് വിട്ട് സിഡ്നിയിലെ ആ പേര് കേട്ട ഇന്ത്യൻ സ്ട്രീറ്റിലേക്ക്. അപ്പം നമ്മൾ ഇപ്പം സിഡ്നിയിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻസിൻ്റെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഹാരിസ് പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിനെ ലിറ്റിൽ ഇന്ത്യ എന്നും പറയും. സോ ഈ സ്ട്രീറ്റിൽ 2 സ്ട്രീറ്റ് നിറച്ചും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതും വെരി ഒത്തൻറ്റിക് ആയിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈല്, പണ്ടത്തെ സ്റ്റൈല് വഴിയിൽ നിന്ന് പാനിപൂരി സെർവ് ചെയ്യുകയും പാവ് ഭാജി കിട്ടുകയും അതുപോലെ ചിക്കൻ ടിക്കായും അതുപോലെ എല്ലാ ടൈപ്പ് ഓഫ് നോർത്ത് ഇന്ത്യൻ ഫുഡ്സും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു 2-3-4 സ്ട്രീറ്റ് നിറച്ചും
നമ്മുടെ ഇന്ത്യൻ ആൾക്കാരും ഇന്ത്യൻ പോപ്പുലേഷനും ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്സും മാത്രം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മളൊരു പുറം രാജ്യത്താണെന്നുള്ളൊരു തോന്നൽ നമുക്ക് തീരെ വരത്തില്ല. നമുക്ക് ഭയങ്കര ബിലോങ്ങിങ് ഫീലാണ് ഇവിടെ. നമ്മൾ ആകെ സർപ്രൈസ്ഡ് ആണ്, ആകെ ഒരു അമേസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ചുറ്റിനും മൊത്തം ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ. റോഡ് സൈഡിൽ ചൂടോടെ ജിലേബി വിൽക്കുകയും അങ്ങനത്തെ ഒരു ഇന്ത്യൻ സ്റ്റോഴ്സും ഒരു ഏകദേശം ഒരു 10-40-50 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് മാത്രമുണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്റ്റോർസിൽ വർക്ക് ചെയ്യുന്ന എല്ലാം സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർ തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. എല്ലായിടത്തും ഓപ്ഷൻസ് ഒക്കെ നോക്കിയ ശേഷം ഈ കാണുന്ന ചെക്കാസ് എന്ന റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങ് കയറിയേക്കാന്ന് വെച്ച് പേരൊക്കെ അങ്ങ് രജിസ്റ്റർ ചെയ്തു. നമ്മളെ വിളിക്കാനായി ഏകദേശം അരമണിക്കൂറോളം എടുത്തു കേട്ടോ. ബേൽപൂരി, പാനിപൂരി, സമോസ ചാട്ടും ദഹിപൂരിയും എല്ലാം കഴിച്ച് നേരെ പുറത്തേക്ക് നടന്നപ്പോൾ നമ്മുടെ ഒരു മുംബൈ ഡൽഹിയുടെ ഒരു വൈബായിരുന്നു കേട്ടോ. മെൻസ് ആൻഡ് ലേഡീസ് സലൂണും സ്ട്രീറ്റ് വെണ്ടറുകളും പാൻ മസാല കിട്ടുന്ന കടയും സോഡ ഫലൂഡ കിട്ടുന്ന കടയും എല്ലാം അങ്ങ് നിരന്ന് കിടക്കുമായിരുന്നു. ഈ ഒരു വൈബൊക്കെ കാണുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ തന്നെ ആണോ എന്ന് പോലും ചിന്തിച്ചു പോകും കേട്ടോ. ബാക്കി വിശേഷങ്ങളായി ഇനി നമ്മുടെ അടുത്ത വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.